KU ബിജു രക്തസാക്ഷിത്വ ദിനാചരണത്തിന് സമാപനം. കൊടുങ്ങല്ലൂരിൽ UDF വിജയിച്ചത് BJPയുടെ സഹായത്തോടെയെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം P. രാജീവ്. കൊടുങ്ങല്ലൂരിൽ UDF വിജയിച്ചത് BJPയുടെ വോട്ട് വാങ്ങിക്കൊണ്ടാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം P. രാജീവ് പറഞ്ഞു. 2016-ലും 2021-ലും കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ NDAക്ക് ലഭിച്ച വോട്ടും ഇപ്പോൾ കിട്ടിയ വോട്ടും പരിശോധിച്ചാൽ കാര്യം വ്യക്തമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്ന് എനിക്ക് 33,000 വോട്ടുണ്ട് കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ. 32,700 ജില്ലാ വോട്ടാണ്. 2016-ൽ BDJS മത്സരിച്ച NDA മുന്നണിക്ക് വോട്ടിട്ടത്. 2016 എന്ന് പറഞ്ഞാൽ മോഡി വന്നിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് വന്നു. അതിനുശേഷം BJP ഇന്ത്യയിലാകെ അധികാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. നിരവധി സംസ്ഥാനങ്ങൾക്കകത്ത് BJP ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിൽ BJPയുടെ അധികാരത്തിലേക്ക് എത്തി. കേരളത്തിൽ 2016-ൽ ഒരു സീറ്റ് BJPക്ക് കിട്ടി. 2021-ൽ ആ സീറ്റ് നഷ്ടപ്പെട്ടു. 2026-ൽ അത് 3 സീറ്റിലേക്ക് എത്തി. 3 സീറ്റിലേക്ക് എത്തിയ 2026-ൽ കൊടുങ്ങല്ലൂര് BJPക്ക് കിട്ടിയിട്ടുള്ള വോട്ട് 23,000 ആണ്. 2016-ൽ BJPയുടെ NDA മുന്നണിക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് 33,000 ആണ്. 10,000 വോട്ട് BJPക്ക് ആകെ ദുർബലമായി പോയി എന്നതാണോ ശരി? BJPയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എടുത്തിട്ട് UDFന് കൊടുത്തു എന്നതാണോ ശരി? അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ അങ്ങനെ എളുപ്പത്തിൽ പലയിടത്തും തോറ്റാലും കൊടുങ്ങല്ലൂർ എളുപ്പത്തിൽ നോക്കുന്ന മണ്ഡലമല്ല. കണക്ക് നോക്കിക്കോളൂ നിങ്ങൾ. കഴിഞ്ഞവിടെ കുറച്ച് കുറഞ്ഞു 29-ൽ, അത് 28,000 ഇപ്പൊ അത് 23,000. BJPയുടെ തകർച്ചയ്ക്ക് അപ്പുറത്ത് BJP ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി ബോധപൂർവം ഇവിടെ വോട്ട് UDFന് കൊടുത്തിട്ടുണ്ട് എന്നത് കണക്കുകൾ വളരെ പ്രകടമായി വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ പരാജയം അതുകൊണ്ട് മാത്രമാണെന്ന് കരുതുന്നില്ല. നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല തിരിച്ചടി ഉണ്ടായി. ആ തിരിച്ചടി പാഠം ഉൾക്കൊണ്ട് കുറവുകളും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്തി ജനവിശ്വാസം വീണ്ടെടുത്ത് കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് പോകാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. PK ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. DYFI ജില്ലാ സെക്രട്ടറി KS റോസൽരാജ്, CPIM ജില്ലാ കമ്മിറ്റി അംഗം KV രാജേഷ്, ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി, DYFI ജില്ലാ പ്രസിഡന്റ് PH നിയാസ്, KK അബീദ് അലി, KR ജൈത്രൻ, TK രമേഷ് ബാബു, KP രാജൻ, അഷ്റഫ് സാമ്പാൻ, ഷീജ ബാബു, TP പ്രഭേഷ് എന്നിവർ സംസാരിച്ചു. പൊതുസമ്മേളനത്തിന് മുൻപായി നഗരത്തിൽ പ്രകടനവും നടന്നു. ഞങ്ങളിലൂടെ ജീവിക്കുന്നു, ഞങ്ങളിലൂടെ CPIM സിന്ദാബാദ്. വർഗീയതയുടെ വഴി CPIM സിന്ദാബാദ്. രക്തസാക്ഷികൾ സിന്ദാബാദ്. പ്രസ്ഥാനത്തെ